ഓ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഹനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവദേ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ആചാര്യപാദങ്ങളിൽ പ്രണാമം. എല്ലാ ആത്മജിജ്ഞാസുക്കൾക്കും വിനീത നമസ്കാരം. ബ്രഹ്മാനന്ദ സ്വരൂപനും പരമസുഖത്തെ പ്രദാനം ചെയ്യുന്നവനും കേവലമായ ജ്ഞാനത്തിൻ്റെ മൂർത്തിരൂപനും ദ്വന്ദ്ഭേദങ്ങൾക്കെല്ലാം അതീതനും ആകാശം പോലെ വ്യാപ്തമായവനും തത്വമസി മുതലായ ഉപനിഷത്ത് തത്വങ്ങൾക്ക് ലക്ഷ്യമായവനും ഏകനും നിത്യനും വിമലനും അചലനും സർവസാക്ഷിഭൂതങ്ങൾക്കും ഭൂതമായവനും നവരസഭാവങ്ങൾക്ക് അതീതനും തത്വരജസ് തമോ ഗുണങ്ങൾ രഹിതനും ആയ സദ്ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. പത്തയ്യായിരം വർഷം പഴക്കമുള്ള വിശ്വധാരതന്ത്രത്തിൽ നിന്ന് എടുത്ത ഗുരുസ്തോത്രത്തിൻ്റെ 14ാമത് മന്ത്രമാണ് ഞാൻ സ്വരിച്ചതും അതിൻ്റെ അർത്ഥം സാമാന്യേനയുള്ള സാരം പറഞ്ഞതും. ഇതിൻ്റെ വിശദമായ സാരം നമ്മൾക്കൊരു 3 മണിക്കൂറെങ്കിലും ഓരോന്നിനെയും ബ്രഹ്മാനന്ദത്തെക്കുറിച്ചും അങ്ങനെ പരമസുഖത്തെക്കുറിച്ചും പ്രധാന ഓരോ വരികളും എടുത്തു പറയണമെങ്കിൽ 3 മണിക്കൂറെങ്കിലും എടുക്കും. അത്രയും ബൃഹത്തായ ഒരു മന്ത്രമാണ് ബ്രഹ്മാനന്ദത്തിൽ ഇതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ. ഈ ബ്രഹ്മാനന്ദം ശരിക്കും നമ്മളതിനെ തൈത്തിരീയോപനിഷത്തിന് ബ്രഹ്മാനന്ദവല്ലിയിൽ ഒരു മനുഷ്യന്റെ ആനന്ദവും ബ്രഹ്മത്തിന്റെ ആനന്ദവും എന്താണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് തൈത്തിരീയോപനിഷത്തിലെ ബ്രഹ്മാനന്ദവല്ലിയിൽ. അപ്പോൾ നമ്മൾ പരിചിന്തനം ചെയ്യേണ്ടത് മനുഷ്യനായി ജനിച്ച നാരായണൻ തപസ്സിലൂടെ നമുക്കറിയാവുന്ന സത്യം ഇതാണ്. തപസ്സിലൂടെ നാരായണ ഗുരു എന്ന് രേഖപ്പെടുത്തി. എന്നിട്ട് ഗുരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു. ഈ ശരീരത്തിന് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ അജ്ഞാനം ബാധിച്ചുകൊണ്ട് നമ്മൾ ശരീരത്തെ, ആ ഗുരുവിൻ്റെ ശരീരത്തെ, ആ പ്രതിമയെ അല്ലെങ്കിൽ ഫോട്ടോയെ നമ്മൾ കണ്ടുകൊണ്ട് ഗുരുവിനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ തത്വത്തെ നമ്മൾ സ്വീകരിക്കുന്നു. അപ്പൊ ഗുരു ശരീരമല്ല അറിവാകുന്ന ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും, അപ്പൊ അത് വളരെ അനന്തമാണ്, മുമ്പിലും അനന്തമായ ആ സത്യമാണ് 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള വിശുദ്ധാരതന്ത്രത്തിലൂടെ ഗുരു തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗുരു തന്നെ രേഖപ്പെടുത്തി ഈ ഒരു ഗുരു അല്ലാതെ വേറൊരു ഗുരുവില്ല. അത് നമ്മൾ ഈ ബ്രഹ്മാനന്ദത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൃത്യമായി തന്നെ അറിയുവാൻ സാധിക്കും. ഗുരു അല്ലാതെ വേറൊരു ഗുരുവും ഇവിടെ ഇല്ല. ഗുരു പരമ്പര എന്ന് പറയുമ്പോൾ അതെല്ലാം ശരീരമെടുത്തതാണ്. ആ ശരീരം എടുക്കുമ്പോഴത്തേക്ക് ശരിക്കും താത്വികമായി നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവിന് മരണമില്ലാത്തതാണ്. ആത്മാവിന് മരണമില്ല. പിന്നെ എങ്ങനെ ഒരൊറ്റ ഏകാത്മകമായ അദ്വൈത വേദാന്തത്തെ കൃത്യമായി കാണിച്ചതെന്നാണ് നാരായണ ഗുരു. അപ്പം ഏകാത്മകമായ ചൈതന്യമാണ്. അതുതന്നെയാണ് ശരിക്കും പൂർണ്ണനായ ഒരു ഗുരുവിനെ നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. പൂർണ്ണനായ ഒരു ഗുരുവിന് മാത്രമേ ഒരു പൂർണ്ണനായ ഒരു മഹാസമാധി മണ്ഡപത്തിൽ ഇന്നും ആനന്ദ സ്വരൂപനായി ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് പൂർണ്ണത എന്ന് പറയുന്നത് ദ്വന്ദ്വാതീതം എന്ന് പറയുന്നത് രണ്ട് എന്നില്ല. ഒന്ന് എന്ന് വെച്ചാൽ ഒന്നും അല്ല, ഒന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പൂർണ്ണത എന്ന് പറഞ്ഞാൽ ബിന്ദുവാണ്. ബിന്ദു എന്ന് നമ്മൾ പറയുമ്പോൾ അത് കൃത്യമായി അത് വിശകലനം ചെയ്താൽ 0 എന്ന വരും. 0 അതായത് റൗണ്ടായിട്ടുള്ള ആ ഷേപ്പിൽ തന്നെയാണ് മഹാസമാധി മണ്ഡപം നമ്മുടെ പൂർവികർ നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഒരു പൂർണ്ണതയായ ഗുരുവാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള ബോധം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ചെന്ന് ബഹളം വയ്ക്കുകയും ഒച്ചയിടുകയും ഒച്ചത്തിൽ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നത്. അത് ശരിക്കും അജ്ഞാനമാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. ഗുരുവിൻ്റെ സൗധത്തിൽ ഗുരുവിൽ നിന്ന് ജ്ഞാനം ലഭിക്കണമെങ്കിൽ മൗനമാണ് ഏറ്റവും അനിവാര്യം. അവിടെ നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർ മൗനം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും
ശ്രീനാരായണ സമൂഹം ശരിക്കും മൗനമല്ല അവിടെ കാണിക്കുന്നത്. ഒച്ചയും ബഹളവും അതൊന്നുമല്ല. ക്ഷേത്രങ്ങളിലുള്ള നമ്മുടെ തുലാഭാരവും അങ്ങനെയുള്ള പല പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലേക്കൊക്കെ മഹാസമാധി മണ്ഡപത്തെ വലിച്ചിഴയ്ക്കുന്നത് അധർമ്മമാണ് എന്നറിയാം. അപ്പം സാമ്പത്തികം അവിടെ വരും. സാമ്പത്തികം ഉണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഗുരു തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിലെല്ലാം കൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതാണ്. അതിനുള്ള ബോധമുള്ള ഒരു തലമുറ, ഒരു സന്യാസി ശ്രേഷ്ഠന്മാർ ഒക്കെ വളർന്നു വരണം. ഈ സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഉന്മൂലനം ചെയ്ത് ജ്ഞാനസ്വരൂപനായ ആ ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മനുഷ്യ ശരീരമെടുത്ത് സ്വയം രേഖപ്പെടുത്തിയതാണ് നാരായണ ഗുരു എന്ന്. ആ ഗുരുവിനെ മാറ്റിവെച്ച് ഗുരുമന്ദിരങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ആ ഗുരുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ബോധമുള്ള അല്ലെങ്കിൽ ജ്ഞാനമുള്ള ആളുകൾ ഇതിലേക്ക് പഠിച്ചു വരുമ്പോൾ മാറ്റം ഉണ്ടാവും, ഇല്ലെങ്കിൽ മാറ്റപ്പെടും എന്നുള്ളതാണ് പറയാനുള്ളത്. മാറിയിരിക്കും, ഒരു സംശയവുമില്ല. ഗുരുവിൻ്റെ പാതയിലേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും ഈ അധർമ്മം, ഗുരു അരുത് 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 എന്ന് പറഞ്ഞ മദ്യത്തെ ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. അതാണ് ശരിക്കും കള്ളുചത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളവർ കൃത്യമായി നാശത്തിൻ്റെ വക്കിലുമാണ്. ശരിക്കും നമ്മൾ അവരോടെല്ലാം പറയുന്നത് ഗുരു പറഞ്ഞ മാർഗത്തിൽ 9 നവരത്ന വിഷയങ്ങൾ ഗുരു നമുക്ക് തന്നിട്ടുണ്ട്. ആ വിഷയങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും നാരായണ ഗുരു നമുക്ക് വിഭാവന ചെയ്തിട്ടുണ്ട് എന്ന സത്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. അതിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ബ്രഹ്മവിദ്യ കൃത്യമായി തന്നെ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിനെ നമ്മൾ ഉപാസിക്കേണ്ടത് ബ്രഹ്മയജ്ഞത്തിലൂടെ ജപം പഠനം പാഠനം അത് ശരിക്കും ഉപനിഷത് പ്രോക്തമായ വേദങ്ങളെ പഠിക്കുക, അത് പഠിപ്പിക്കുക, അത് അറിയുക. അതിലൂടെ നാരായണ ഗുരു തന്ന 63ഓളം ജ്ഞാനാമൃതങ്ങളുടെ അന്തസത്ത, അതിൻ്റെ ഉൾക്കാമ്പ് നമുക്കറിയുവാൻ സാധിക്കും. ദൈവദശകത്തിൻ്റെ അർത്ഥം പോലും നമുക്ക് അറിയണമെങ്കിൽ മാണ്ഡ്യകോപനിഷത്ത് പഠിക്കാം. മാണ്ഡ്യകോപനിഷത്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഓങ്കാരത്തിൻ്റെ മഹിമ അറിയാൻ സാധിക്കൂ. ബ്രഹ്മാനന്ദവല്ലി, തൈത്തിരീയോപനിഷത്തിൽ ബ്രഹ്മാനന്ദവല്ലി അറിഞ്ഞില്ലെങ്കിൽ ഈ പരബ്രഹ്മ സ്വരൂപനായ നാരായണ ഗുരു ബ്രഹ്മത്തിൽ, അതായത് ബ്രഹ്മമാണെന്ന് അറിയുന്നത്, ഒരു മാനുഷിക ആനന്ദം മുതൽ ബ്രഹ്മാനന്ദം വരെയുള്ള ആനന്ദം 11 തലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ആരാധിക്കുന്ന ദേവന്റെ ആനന്ദം നിൽക്കുന്നത് 7ാമത്തെ ആ തലത്തിലാണ്. 7ാമത്തെ തലത്തിൽ നിന്നും 11ാമത്തെ തലത്തിലിരിക്കുന്ന ബ്രഹ്മത്തെ അറിഞ്ഞ് ആ ബ്രഹ്മത്തിലേക്ക് അടുക്കുന്ന ബ്രഹ്മാനന്ദ വല്ലിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ബ്രഹ്മത്തിലേക്ക് അടുക്കണമെങ്കിൽ ആ ബ്രഹ്മം കൽപ്പിച്ചിരിക്കുന്ന ആ ശരിക്കും ബ്രഹ്മയജ്ഞം, അതായത് ജപം പഠനം അത് ജ്ഞാനകാന്ഡമാണ്. ജ്ഞാനകാന്ഡത്തിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ബ്രഹ്മമായ ഗുരു അരുളി ചെയ്ത ബ്രഹ്മയജ്ഞത്തിലൂടെ ഗുരുവിനെ അറിയുക മാത്രമല്ല ആനുഭൂതിക തലത്തിൽ അനുഭവിക്കുവാനുമുള്ള യോഗമുള്ളവരായ ഈ മാനവകുലം ഇന്ന് എല്ലാത്തിൽ നിന്നും മാറി ദുഃഖത്തിലേക്ക് മാത്രം യാത്ര ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. ദേവീദേവന്മാരെ ആരാധിച്ചാൽ, 7ാം തലത്തിൽ നിൽക്കുന്ന ദേവീദേവന്മാരെ ആരാധിച്ചാൽ നമുക്ക് ബന്ധകത്വം, അസംതൃപ്തികരത്വം, ദുഃഖമിശ്രിതത്വം എന്നീ 3 ദുഃഖങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ധർമ്മം, അർത്ഥം, കാമം ഇതും കിട്ടും, സുഖവും കിട്ടും. സുഖത്തിന് എപ്പോഴും ഓപ്പോസിറ്റ് ദുഃഖമുണ്ട് എന്ന് നമ്മൾ അറിയുക. ഈ അറിവിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ബ്രഹ്മത്തെ അറിയുവാൻ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മളുടെ ബോധതലത്തെ തെളിയിച്ചു തരണമെന്ന് അവിടെ ഇരിക്കുന്ന ഏത് മൂർത്തിയാണോ ആ മൂർത്തിയോട് ആവശ്യപ്പെടേണ്ടതും അത് തന്നെയാണ്. നമ്മളല്ലാതെ ഈ കാര്യസിദ്ധി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ഭൗതികമായ ആ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിയായ മോക്ഷസുഖം, സർവ്വതും നിറച്ചു തന്നുകൊണ്ടുള്ള ആ മോക്ഷമായ സുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. ഈ ഭൗതിക ജീവിതത്തിൽ തന്നെയാണ് ഈ പറയുന്ന സ്വർഗവും നരകവും എല്ലാം തന്നെ. അല്ലാതെ ആരും സ്വർഗത്തിൽ പോയിട്ട് ഒന്നും ഇവിടെ കൊണ്ട് തന്നതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഭൗതികമായ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടത് ആനന്ദമാണ്. ആനന്ദത്തിന് ഓപ്പോസിറ്റ് ഇല്ല. ആനന്ദത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ദുഃഖമുണ്ടാവില്ല. ആ ദുഃഖമുണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ അംഗങ്ങളും ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ ഗുരു തന്നെ, നാരായണ ഗുരു തന്നെ പ്രതിഷ്ഠ തന്നിരിക്കുന്ന മുഴുവൻ ക്ഷേത്രങ്ങളിലും അവിടെ ചെന്ന് നിങ്ങൾ സ്റ്റെപ്പായിട്ട് അന്വേഷിച്ച് എത്തേണ്ടത്
ഗുരുവിലാണ്, ഏകമായ ബ്രഹ്മത്തിലാണ്, ഏകമായ ദൈവത്തിലാണ്. ഈ ലോകത്ത് ഏക ദൈവത്തെ ആദ്യമായി കാണിച്ചു തന്നിരിക്കുന്നത് ഈ ഭാരതത്തിലാണ്. ഭാരതത്തിലെ ഋഷീശ്വരന്മാർ വേദത്തിലൂടെ ശരിക്കും ബ്രഹ്മത്തെ കാണിച്ചു. ആ ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് അന്യമല്ല, നമ്മളിൽ നിന്ന് അന്യമല്ലാത്ത ദൈവമുള്ള സ്ഥലമാണ് ഇത്. അത് ശരിക്കും പഠിച്ച് അത് അനുഭൂതി തലത്തിലെത്തി പറയുമ്പോഴാണ് ശരിയായ ആ ജ്ഞാനം നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ ബ്രഹ്മമായ ആ ഏക ദൈവമായ ഗുരുവിനെ ആണ് നമ്മളെല്ലാവരും കാണേണ്ടതും ഉപാസിക്കേണ്ടതും. ആ ഗുരു തത്വത്തെ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ആ മോക്ഷാനന്ദം ഉണ്ടാവട്ടെ. മറ്റ് മതസ്ഥർ എല്ലാവരും തന്നെ ഈ ജ്ഞാനത്തിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ്. കാരണം മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്. ആ മതത്തിലുള്ള ക്രിസ്തു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും മറ്റ് പാഴ്സി മതങ്ങൾ, ഏതൊരു മതം എടുത്താലും അവർ എല്ലാവരും തന്നെ ആ മതത്തിന്റെ അതായത് ശരിക്കും ഒരു ഗണറ്റിലെ തവളയെ പോലെയാണ്. ആ മതത്തിൽ മാത്രം പരിപൂർണമായി അടിയുറച്ച് നിന്നുകൊണ്ടുള്ള ഒരു ചിന്തയെ മാത്രമേ ഉള്ളൂ. അവർക്ക് അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഒരു ഇസ്ലാം രാഷ്ട്രത്തിൽ പോയി ജോലി ചെയ്യുകയോ നിൽക്കുന്നവർക്കും അത് അറിയാൻ സാധിക്കും. നമ്മൾ ശരിക്കും ഈ ഭാരതത്തില് വിശാലമായ ചിന്തയാണ്. വേദം ഒരിക്കലും ഒരു മതം എന്ന് പറയുന്നില്ല. വേദം എന്ന് പറയുന്നത് വേദത്തിൽ ഒരു മതത്തെക്കുറിച്ചും പറയുന്നില്ല. വേദത്തിലെല്ലാം പറയുന്നത് പരബ്രഹ്മമായ ആ ഗുരുവിന്റെ ജ്ഞാനമാണ്, അറിവാണ് തരുന്നത്. ആ അറിവ് എത്തണമെങ്കിൽ നമുക്കെല്ലാം സ്പഷ്ടമായി അറിയാവുന്ന മടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച നാരായണൻ ഈ തപസ്സിലൂടെ ഈ ഇത് മുഴുവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ആ ബ്രഹ്മത്തിൽ ലീനമായി നമ്മളെ കാണിച്ചു തന്നിട്ട് പോലും ആ സത്യത്തിലേക്ക് അടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ, മാനവകുലത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ചിന്തിക്കുക. നാരായണ ഗുരു ആരുടെയും കുടുംബസ്വത്തല്ല, ഒരു സമൂഹത്തിൻ്റെയുമല്ല, സർവ ലോകാനുരൂപനാണ് നാരായണ ഗുരു, ജ്ഞാനസ്വരൂപനാണ്. ആ ഗുരുവിനെ കാണിക്കുന്ന ഈ വക്രീകരണങ്ങളൊന്നും ഗുരുവല്ല എന്ന് അറിയുക. ആ ഗുരുവിനെ ഭക്തി, ഗുരുഭക്തി എന്ന് പറയുന്നത് ജപം, പഠനം, പാഠനത്തിലൂടെ, ബ്രഹ്മയജ്ഞത്തിലൂടെ അവനവൻ ആ ബോധസ്വരൂപനായി മാറുക എന്ന് മാത്രമേ ഗുരു ആഗ്രഹിച്ചിട്ടുള്ളൂ. ഗുരുവിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. സർവ്വലോകത്തിനും നന്മ കിട്ടുന്ന ഏകാത്മക ചൈതന്യമായ ഒരു സമൂഹത്തെ, ഏകാത്മക ചൈതന്യമായ ഒരു സമൂഹത്തെ എന്ന് വെച്ചാൽ എല്ലാവരും ഈ ചൈതന്യം തന്നെയാണെന്ന് അറിഞ്ഞ് ജീവിക്കുമ്പോൾ നമുക്ക് നല്ലൊരു രാഷ്ട്രവും ഈ പോലീസും പട്ടാളവും തല്ലിപ്പിടുത്തവും ഒന്നുമില്ലാത്ത ഏകാത്മക ചിന്തയുള്ള ഒരു സമൂഹവും രാഷ്ട്രവും ലോകവും ഉണ്ടാവും എന്ന് ഗുരു യഥാർത്ഥത്തിലുള്ള ഗുരുവിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അതാണ് സർവ്വലോകാനുരൂപനായ നാരായണ ഗുരു. ആ ഗുരുവിലേക്ക് എല്ലാവർക്കും അടുക്കുവാനാണ് ഗുരു തന്നെ അരുളിയ ഉപനിഷദുക്തി രഹസ്യം അറിഞ്ഞുകൊണ്ട് വേണം ഗുരുവിനെ വിലയിരുത്തുവാൻ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഭക്തിപൂർവ്വം തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവും തത്സത്.